ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോഴേ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭർത്താവ് മനസ്സിലാക്കും, സ്നേഹമുള്ളവരാണെങ്കിൽ. എടി നീ പറ, എന്താ കാര്യം നിന്റെ പ്രശ്നം? എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായേട്ടാ. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, തിരിച്ച് അവർ നമ്മൾ അങ്ങനെ തന്നെ സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇതിനേട്ടൻ എന്ത് മനസ്സിലായി? പറ, എന്ത് മനസ്സിലായി? നീ നമ്മളൊരാളെ സ്നേഹിച്ചു, പക്ഷെ ആള് തന്നെ തിരിച്ചു സ്നേഹിച്ചില്ല, അതല്ലേ പ്രശ്നം? ഞാൻ ആരെ സ്നേഹിച്ചു? ഞാൻ ഈ ലോകത്തുള്ള ആണുങ്ങളെ സ്നേഹിച്ച? ആരെയും ഞാൻ സ്നേഹിക്കുന്നത്? ഞാനാണോ തെറ്റുകാരൻ? അല്ല, ഞാനാണ് തെറ്റുകാരൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, തെറ്റായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ നീ എന്റെ പേരിൽ എന്തിനാണ് കുറ്റം ആരോപിക്കുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഏട്ടൻ എന്റെ മനസ്സ് കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കത്തില്ല. അതുപോലെ ചെയ്യാം. പറ, എന്താ വേണ്ടത്? നീ പറയുന്ന പോലെ അനുസരിച്ചോളൂ. പറയട്ടെ. ഇന്ന് ഞാൻ ഏട്ടനോട് വന്ന് പൈതൽമല പോണ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞ അപ്പൊ ഏട്ടൻ എന്താ എന്നോട് തിരിച്ചു പറഞ്ഞത്? പൊക്കോളാൻ പറഞ്ഞു. ചാടി കയറി ഉടനെ എന്നോട് പൊക്കോന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനല്ലേ പറയണ്ട. ഞാനിന്ന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഡാൻസ് പഠിപ്പിക്കുന്ന മറ്റേ ശുഭയില്ലേ, അവളവളുടെ ഹസ്ബൻഡ് വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവൾ ഈ കാര്യം അയാളോട് പറഞ്ഞു, പൈതൽമലയിൽ പോണ കാര്യം. അപ്പം അയാൾ എന്താ തിരിച്ചു പറഞ്ഞതെന്നറിയോ? നീ പോവാണോ? നീ പോയാൽ ഞാൻ എന്ത് ചെയ്യും? 2 ദിവസം ഞാൻ നിന്നെ എങ്ങനെ വിളിക്കും? നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും? അയാൾക്ക് എന്തൊരു സങ്കടമാണെന്നറിയോ 2 ദിവസം അവൾ മാറി നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ. അതും കേട്ടോണ്ടാണ് ഞാൻ അവരുടെ മുന്നിൽ കൂടെയാണ് നടന്നു പോയത്. അതും കേട്ടോണ്ടാണ് ഞാൻ റോഡിലോട്ട് വന്നപ്പോൾ ഞാൻ അമ്മാവനെ കണ്ട്. അപ്പം അമ്മാവൻ പറയും, അമ്മായി എവിടെയോ ഏതോ അമ്പലത്തിൽ ഭജനയ്ക്ക് പോവുകയാണ്, അപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കൂടെ പുറകെ പോവുകയാണെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് അവളെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണെന്ന്. അവിടെ ഞാൻ അമ്പലത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവൾ ഫോൺ ചെയ്താൽ പോലും എടുക്കത്തില്ല, അതുകൊണ്ട് ഞാനും കൂടെ പോവുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മാവൻ അങ്ങോട്ട് പോയത്. അതും കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഏട്ടനോട് അക്കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ പറയാ, അതിനെന്താ പൊക്കോ എന്ന്. ഏട്ടന് ഒരു ടെൻഷനും ഇല്ല. ഞാനൊരു 2, 3 അല്ലെങ്കിൽ 1 മാസം ഇവിടുന്ന് മാറി നിന്നാൽ ഏട്ടന് സന്തോഷമാണ്. ഏട്ടന് അത്രയും സമാധാനമാവുമല്ല. ഏട്ടൻ്റെ ഇഷ്ടം പോലെ നടക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഏട്ടൻ എൻ്റെ മനസ്സൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കും ചില കാര്യങ്ങളൊക്കെ. ഈ ചേച്ചി എന്താ ക്ലീറ്റോ ചേട്ടനെ വിട്ടിട്ട് ഒരു സ്ഥലത്തും പോവാത്തത്? ചേച്ചി എവിടെയൊക്കെയോ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ പറയും പോവണ്ട എന്ന് പറയും, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെയാ ചേച്ചി ഒരു സ്ഥലത്തും പോവാത്തത്. ഞാൻ വിചാരിച്ചെന്നറിയാൻ മതി, ഞാനാണെങ്കിൽ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ. സ്റ്റേഷനിലൊരു ആവശ്യം വന്നാൽ അതിന് പോകാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പം പുറത്തൊക്കെ പോകാറുണ്ട്. നീ ഇരുന്നിരുന്ന് ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ, നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരു പൈതൽമലയോ ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കൊരു സന്തോഷം കിട്ടുന്ന ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഇങ്ങനെയല്ല പറയേണ്ടത് എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. നീ പ്രതീക്ഷിച്ച വേറെ എന്തോ ആയിരുന്നു അല്ലേ? ഞാൻ പ്രതീക്ഷിച്ച എന്താന്ന് ഏട്ടന് മനസ്സിലായില്ലേ? നീ അങ്ങനെ ഒന്നുകൂടെ ചോദിക്കോ? ഞാൻ 23-ാം തീയതി പൈതൽമല പോയിക്കോട്ടാന്ന് ചോദിച്ചതാണോടാ? ഞാൻ ചോദിക്കുന്നൊന്നുമില്ല. വേണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്കുള്ള മറുപടി കിട്ടിയതല്ലേ. ഞാൻ 23-ാം തീയതി പൈതൽമലയിൽ പോയിക്കോട്ടെ. പൈതൽമല എവിടെ? പൈതൽമല എവിടെയാന്ന് ഏട്ടൻ അറിയാൻ? കണ്ണൂര്. ആരൊക്കെ പോണു നിങ്ങള്? ഡാൻസ് ക്ലാസ്സിലെല്ലാരും കൂടെ. അപ്പൊ അന്ന് വൈകുന്നേരം വരാൻ പറ്റില്ലല്ലോ? പിറ്റേ ദിവസം വരാൻ പറ്റത്തുള്ളൂ. അയ്യോ, നിന്നെ കാണാൻ എങ്ങനെ ഇരിക്കും ലില്ലി? എനിക്ക് അത് വിഷമമാണത്. നീ എൻ്റെ ചങ്കല്ലേ.